ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാർഷിക കണക്കെടുപ്പിലെ വീഴ്ചയിൽ ഹൈക്കോടതിയുടെ വിമർശനം. വാർഷിക കണക്കുകൾ ഓഡിറ്ററെ അറിയിക്കുന്നതിൽ വീഴ്ചയെന്ന ഹൈക്കോടതി. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി നൽകാത്തത് എന്ത് എന്ന് ചോദ്യം. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണ്. ദേവസ്വം സമിതി കമ്മിറ്റി വെറും വിശ്വസ്തരാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ ഓഡിറ്റ് അനിവാര്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 10 ദിവസത്തിനകം സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിലായി അറിയിക്കാൻ ദേവസ്വത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, കർശനമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തുകൊണ്ടാണ് കണക്കുകളടക്കം ഓഡിറ്റർക്ക് നൽകാത്തത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നോ? മധു, കടുത്ത നിരീക്ഷണങ്ങൾ, ചോദ്യങ്ങൾ, വിമർശനങ്ങളൊക്കെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വത്തിനുണ്ടാകുന്നു എന്നതാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കണക്കുകളിൽ അടിമുടി പിഴവുണ്ട്, ഗുരുതര പോരായ്മകളുണ്ട് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണ്. ദേവസ്വം സമിതി വെറും വിശ്വസ്തർ മാത്രമാണ്. അക്കാര്യം പാലിക്കണം. ഗുരുവായൂർ ദേവസ്വത്തിൽ സമഗ്രവും സ്വതന്ത്രമായ ഓഡിറ്റ് അനിവാര്യമാണ് എന്ന കാര്യം കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഓഡിറ്റ് സംവിധാനത്തിൽ ഘടനാപരമായ വീഴ്ചകളുണ്ട്. അടിയന്തരമായ പരിഷ്കാരം ഇക്കാര്യത്തിൽ വേണം. വാർഷിക കണക്കുകൾ അന്തിമമാക്കുന്നതിലെ കാലതാമസത്തിലും കോടതി ഈ രീതിയിൽ അതൃപ്തിയും വിമർശനവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കോടതി നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: 65 ബാങ്ക് അക്കൗണ്ടുകളിൽ 37 എണ്ണമാണ് സജീവം. വിവരക്കുറവ് ഈ ഓഡിറ്റിങ്ങിന് തടസ്സമാകുന്നു എന്ന നിരീക്ഷണവും കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നടത്തുന്നുണ്ട്. ഡിജിറ്റൽ ഓഡിറ്റിങ്ങിനായി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറും ഓഡിറ്റ് ലോഗിനും ശുപാർശ ചെയ്യുന്നുണ്ട് ഹൈക്കോടതി. 10 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലമായി അറിയിക്കണമെന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നൽകിയ നിർദ്ദേശം. മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വാർഷിക കണക്കെടുപ്പിലെ വീഴ്ചയിൽ നേരത്തെ തന്നെ വാദം കേൾക്കുമ്പോൾ തന്നെ ഹൈക്കോടതി വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. വാർഷിക കണക്കുകൾ ഓഡിറ്ററെ അറിയിക്കുന്നതിൽ വീഴ്ച, എന്തുകൊണ്ടാണ് വീഴ്ച എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി നൽകാത്തതെന്ത്, കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനവും കൂടി ദേവസ്വം ബെഞ്ചിൽ നിന്ന് ഉയരുകയും ചെയ്തു. സാമ്പത്തിക വർഷം പൂർത്തിയായി 15 ദിവസത്തിനകം കണക്കുകൾ നൽകേണ്ടതാണ്. അത് ഉണ്ടാകുന്നില്ല. 1 രൂപയായാലും 10 രൂപയായാലും 1 കോടി രൂപ ക്ഷേത്രത്തിലേക്ക് വന്നാലും അതിന്റെ കണക്ക് കൃത്യമാകണം എന്ന വിമർശനവും കൂടി ഹൈക്കോടതി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിവർഷം ജൂൺ 30-നകം ദേവസ്വത്തിന്റെ സ്വർണ്ണം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ മൂല്യനിർണ്ണയം നടത്തണം. ഓഡിറ്റ് കൈകാര്യം ചെയ്യുന്നത് സ്വത്തുക്കൾ മൂല്യനിർണ്ണയം നടത്തണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.